SCERT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ വൈവിധ്യം നിലനിൽപ്പിന് എന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ സ്രോതസ്സ് സൂര്യൻ. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെ എന്താക്കിയാണ് മാറ്റുന്നത്? രാസോർജമാക്കി മാറ്റുന്നു. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളാണ് ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ്. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളാണ് ഉപഭോക്താക്കൾ. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കൾ പ്രാഥമിക ഉപഭോക്താക്കളും പ്രാഥമിക ഉപഭോക്താക്കളെ ആഹാരമാക്കുന്നവ ദ്വിതീയ ഉപഭോക്താക്കളും ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവ തൃതീയ ഉപഭോക്താക്കളും എന്നും അറിയപ്പെടുന്നു. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഇക്കോളജി. ഭക്ഷ്യശൃംഖലയിൽ എത്ര തരത്തിലുള്ള പോഷണ തലങ്ങളാണ് ഉള്ളത്? ട്രോഫിക് ലെവലുകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യശൃംഖലയിൽ ട്രോഫിക് ലെവലുകളാണ് 4 ഉള്ളത്. ഒന്നാമത്തെ പോഷണതലം, രണ്ടാമത്തെ പോഷണതലം, മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ 4 പോഷണതലങ്ങളാണുള്ളത്. ഒന്നാമത്തെ പോഷണതലത്തിൽ ഉൽപാദകർ, രണ്ടാമത്തെ പോഷണതലത്തിൽ പ്രാഥമിക ഉപഭോക്താക്കൾ, മൂന്നാമത്തേതിൽ ദ്വിതീയ ഉപഭോക്താക്കൾ, നാലാമത്തേതിൽ തൃതീയ ഉപഭോക്താക്കൾ. ഉൽപാദകർ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളാണ്. പ്രാഥമിക ഉപഭോക്താക്കൾ ഏതാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. മൂന്നാമത്തെ പോഷണമായ ദ്വിതീയ ഉപഭോക്താക്കൾ മാംസാഹാരികളാണ്. തൃതീയ ഉപഭോക്താക്കൾ മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവരാണ്. ജീവിബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം ഇരപിടിയന് ഭക്ഷണമാകുന്ന ജീവിബന്ധമാണ് ഇരപിടിത്തം. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരമാകുന്ന ഇരപിടിയന് ഭക്ഷണമാകുന്ന ജീവിബന്ധമാണ് ഇരപിടിത്തം. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാദം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. ഈ ജീവിബന്ധം അറിയപ്പെടുന്നത് പരാദജീവനം. പരാദജീവനത്തിന് ഉദാഹരണമാണ് മാവും ഇത്തിൽക്കണ്ണിയും. തുടക്കത്തിൽ രണ്ടിനും ദോഷകരം, പിന്നീട് ജയിക്കുന്നവന് ഗുണകരം. ഈ ജീവിബന്ധം അറിയപ്പെടുന്നത് മത്സരം. തുടക്കത്തിൽ രണ്ടിനും ദോഷകരം, പിന്നീട് ജയിക്കുന്നവന് ഗുണകരം. ഇത് അറിയപ്പെടുന്നത് മത്സരം. രണ്ട് ജീവികൾക്കും ഗുണകരമായ ജീവിബന്ധം അറിയപ്പെടുന്നത് മ്യൂച്വലിസം. രണ്ട് ജീവികൾക്കും ഗുണകരമായതാണ് മ്യൂച്വലിസം. ഒന്നിനു ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഉദാഹരണം മാവും മരവാഴയും. ഇത് അറിയപ്പെടുന്നത് കമൻസലിസം. ഒന്നിന് ഗുണകരം മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ല, അതാണ് കമൻസലിസം. ഈ ജീവിബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ജീവിബന്ധങ്ങളിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ജീവിബന്ധങ്ങൾ? ഇരപിടിത്തം, പരാദജീവനം, മത്സരം, മ്യൂച്വലിസം, കമൻസലിസം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നത് അറിയപ്പെടുന്നത് ജൈവവൈവിധ്യം. ജൈവവൈവിധ്യത്തിൽ ഉൾപ്പെട്ട 3 തലങ്ങൾ ഏതൊക്കെയാണ്? ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം. ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം. ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെട്ട 3 തലങ്ങളാണ് ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം.
ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വാൾട്ടൺ ജി റോസൻ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വാൾട്ടൺ ജി റോസൻ. അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് സഹ്യപർവ്വതം, സഹ്യാദ്രി. മൗറീഷ്യസ് ദ്വീപിൽ നിന്നും വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത ഒരിനം പക്ഷി ഡോഡോ. വംശനാശം സംഭവിച്ച ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലുണ്ടായിരുന്ന കാട്ടു സീബ്ര ഇനം ക്വാഗ. വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവജാലങ്ങൾക്ക് ഉദാഹരണമാണ് അശോകമരം, മരമഞ്ഞൾ, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ എന്നിവ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയ അമേരിക്കൻ ഗവേഷക ആരാണ്? റേച്ചൽ കാഴ്സൺ. റേച്ചൽ കാഴ്സൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അപ്പോൾ റേച്ചൽ കാഴ്സൻ്റെ നിശബ്ദ വസന്തം എന്ന ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന കീടനാശിനി ഏതാണ്? അത് DDT ആണ്. DDTയുടെ ഓമനപ്പേര് എന്താണ്? ഇൻസെക്റ്റ് ബോംബ്. ഇൻസെക്റ്റ് ബോംബ് എന്ന ഓമനപ്പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തിയാണ് DDT കൃഷിയിടങ്ങളിൽ സ്പ്രേ ചെയ്തിരുന്നത്. അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം 1972. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഓരോ വർഷവും പട്ടികയാക്കുന്നു. ഇതറിയപ്പെടുന്നത് റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ആരാണ്? IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള വനമേഖലകൾ അറിയപ്പെടുന്നത് വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ് പെരിയാർ, പേപ്പാറ, വയനാട് എന്നിവ. കേരളത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? പെരിയാർ, പേപ്പാറ, വയനാട്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളവയാണ് നാഷണൽ പാർക്കുകൾ. കേരളത്തിലെ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതികെട്ടാൻചോല. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയതും പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്നതുമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായാണ്. കേരളത്തിലെ പ്രധാന ബയോസ്ഫിയർ റിസർവുകൾ ഏതൊക്കെയാണ്? നീലഗിരി, അഗസ്ത്യമല. കേരളത്തിലെ 2 ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരി, അഗസ്ത്യമല എന്നിവ. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് ബയോസ്ഫിയർ റിസർവുകൾ.
മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയാണ് കാവുകൾ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായ ജൈവവൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല. ലോകത്താകെ എത്ര ഹോട്ട്സ്പോട്ടുകളാണുള്ളത്? 34. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത് എക്സിറ്റ് കൺസർവേഷൻ. അകത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റ് കൺസർവേഷൻ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. കേരളത്തിലെ സുവോളജിക്കൽ ഗാർഡനുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, തൃശ്ശൂർ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രാധാന്യമേറിയതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബോട്ടാണിക്കൽ ഗാർഡനുകൾ. കേരളത്തിലെ ബോട്ടാണിക്കൽ ഗാർഡനുകൾക്ക് ഉദാഹരണമാണ് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബോട്ടാണിക്കൽ ഗാർഡനും. കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബോട്ടാണിക്കൽ ഗാർഡനും. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. ജീൻ ബാങ്കിന് ഉദാഹരണമാണ് തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന തുല്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകളാണ് IUCN-ഉം WWF-ഉം. WWF ജൈവവൈവിധ്യ സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയാൻ കൂടി ലക്ഷ്യമിടുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? പരിസ്ഥിതി സംരക്ഷണ സംഘടനകൾ. സർക്കാരിതര പരിസ്ഥിതി സംരക്ഷണ സംഘടനകളാണ് IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറും WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറും. WWF-ൻ്റെ ചിഹ്നം ഏതാണ്? ഭീമൻ പാണ്ഡയാണ് WWF-ൻ്റെ ചിഹ്നം. പരിസ്ഥിതി സംരക്ഷണ സംഘടനകൾ ജൈവവൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. ജൈവവൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് WWF. ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്? പോഷണ തലങ്ങൾ പറഞ്ഞു. ഉൽപാദകർ, പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ, ഇങ്ങനെ 4 പോഷണ തലങ്ങളുണ്ട്. പിന്നെ ജീവിബന്ധങ്ങൾ ഏതൊക്കെയാണ്? ഇരവിടുത്തം, പരാദജീവനം, മത്സരം, മ്യൂച്വലിസം, കമൻസലിസം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഏതൊക്കെയാണ്? ഇൻസിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് കൺസർവേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, ഇവയെല്ലാം ഇൻസിറ്റ് കൺസർവേഷനാണ്. ഇനി എന്താണ് എക്സിറ്റ് കൺസർവേഷൻ? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റ് കൺസർവേഷൻ. എക്സിറ്റ് കൺസർവേഷൻ എക്സാമ്പിളാണ് സുവോളജിക്കൽ ഗാർഡനുകളും ബോട്ടാനിക്കൽ ഗാർഡനുകളും. പിന്നെ 2 പ്രകൃതി സംരക്ഷണ സംഘടനകൾ, സർക്കാരിതര പരിസ്ഥിതി സംരക്ഷണ സംഘടനകളാണ് IUCN-ഉം WWF-ഉം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.